ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAEയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി ഇതാദ്യമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMഉം AISFഉം ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ TVKയ്ക്ക് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19ഉം AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും UDF വിജയിച്ചു. LDFന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. NDA 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി N രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. NDAയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു.
US നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്. ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. UAEയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം LPG പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, LPG എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോ ലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76,703-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23,936-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ, നവീകരണ, ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ IIT മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം PhD പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ, 7ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്. പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAEയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ, നവീകരണ, ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.